ഭൂകമ്പം മ്യാൻമാറിനെ തകർത്തു. വലിയ കെട്ടിടങ്ങൾ, പാലങ്ങൾ, മെട്രോ സ്റ്റേഷനുകൾ തുടങ്ങിയവ കുലുങ്ങിവിറച്ചു. എന്നാൽ രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോഴും മന്ദഗതിയിലാണെന്നാണ് മാധ്യമ റിപ്പോർട്ടുകളെ പറയുന്നത്. നൂറുകണക്കിന് ആളുകൾ ഇപ്പോഴും അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നു. ഇതുവരെ 838-ലധികം മൃതദേഹങ്ങൾ കണ്ടെടുത്തു. 10,000-ഓളം മൃതദേഹങ്ങൾ ഇനിയും കണ്ടെത്താൻ സാധ്യതയുണ്ടെന്ന് US ജിയോളജിക്കൽ സർവേ വ്യക്തമാക്കി. 1000-ഓളം പേർ പരിക്കുകളോടെ ആശുപത്രിയിലാണ്. മരണസംഖ്യ ഗണ്യമായി ഉയരുമെന്ന് മ്യാൻമാറിലെ സർക്കാർ മാധ്യമങ്ങളെ അറിയിച്ചു. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മാധ്യമങ്ങൾക്ക് പ്രതികരിക്കാനും അന്താരാഷ്ട്ര സംഘടനകൾക്ക് രാജ്യത്ത് ദുരിതാശ്വാസത്തിനായി പ്രവർത്തിക്കാനും സൈനിക സർക്കാർ അനുവദിച്ചു. അതിൽ യാതൊരു നിയന്ത്രണവുമില്ല. സഹായിക്കാൻ ആഗ്രഹിക്കുന്ന ആർക്കും മുന്നോട്ടു വരാമെന്ന് സൈനിക മേധാവി പ്രതികരിച്ചു. 15 ടൺ ദുരിതാശ്വാസ സാമഗ്രികൾ ഇന്ത്യ മ്യാൻമാറിൽ എത്തിച്ചു. രക്ഷാപ്രവർത്തനം വലിയ വെല്ലുവിളിയാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. റോഡുകളും പാലങ്ങളും തകർന്നു. അതുകൊണ്ടുതന്നെ ദുരന്തത്തിൽ തകർന്ന പല പ്രദേശങ്ങളിലും രക്ഷാപ്രവർത്തകർക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. 2021 മുതൽ മ്യാൻമാർ സൈനിക ഭരണത്തിന് കീഴിലാണ്. ആഭ്യന്തര യുദ്ധത്തിനിടയിലാണ് ഈ ദുരന്തവും ഉണ്ടായത്. അതിനാൽ രക്ഷാപ്രവർത്തനത്തിന്റെ ഏകോപനം ഒരു വലിയ പ്രശ്നമാണ്. ഈ കാരണങ്ങളാൽ രക്ഷാപ്രവർത്തനം വളരെ സാവധാനത്തിലാണ് പുരോഗമിക്കുന്നത്. രക്തം, മരുന്ന്, അവശ്യവസ്തുക്കൾ, ഡോക്ടർമാർ എന്നിവയുടെ ക്ഷാമം ആശുപത്രികളിൽ നേരിടുകയാണ്. എത്രയും വേഗം അവരെ സഹായിക്കണമെന്ന് മ്യാൻമാർ സർക്കാർ അന്താരാഷ്ട്ര സമൂഹത്തോട് അഭ്യർത്ഥിച്ചു. ഇന്ത്യ, അമേരിക്ക, യൂറോപ്യൻ യൂണിയൻ എന്നിവ കഴിയുന്നത്ര സഹായം നൽകുമെന്ന് അറിയിച്ചു. വരും ദിവസങ്ങളിൽ ഇന്ത്യ കൂടുതൽ സഹായം എത്തിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സാധ്യമായ എല്ലാ സഹായവും നൽകുമെന്ന് അറിയിച്ചു. മ്യാൻമാറിന്റെ തൊട്ടടുത്ത രാജ്യവും നിരവധി മലയാളികൾ താമസിക്കുന്ന രണ്ടാമത്തെ രാജ്യവുമായ തായ്ലൻഡിൽ നിന്ന് ആശ്വാസകരമായ വാർത്തകളാണ് വരുന്നത്. ഭൂകമ്പത്തിൽ നിർമ്മാണത്തിലിരുന്ന 30 നില കെട്ടിടം തകർന്നിരുന്നു. ഇതിന്റെ ഞെട്ടിപ്പിക്കുന്ന വീഡിയോ പുറത്തുവന്നിരുന്നു. കെട്ടിടത്തിനുള്ളിൽ 81 പേർ കുടുങ്ങിക്കിടക്കുകയാണ്. ഇവരെ പുറത്തെടുക്കാൻ രക്ഷാപ്രവർത്തനങ്ങൾ ഊർജിതമായി തുടരുകയാണ്.